വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു കിളിക്കൂടാണ്. അത് കാടമുട്ട വെച്ച് ഉണ്ടാക്കുന്നത്. അത് ആദ്യം അതിന് നമുക്കൊന്ന് ഒരു ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇപ്പം മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ നമുക്കിത് ഓരോന്നോരം ഇട്ടൊന്ന് വഴട്ടിയെടുക്കാം. അത് നമുക്ക് സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുടിയായിട്ട് അരിഞ്ഞത് ഇട്ടു. അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇച്ചിരി കറിവേപ്പില അരിഞ്ഞത്. അതിന് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഇത് വേവിച്ചിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കത് ഇടാം. നമുക്ക് ഇത്രയൊന്ന് വാടി കഴിയുമ്പോൾ അത് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി, കാരണം നമ്മൾ ചിക്കനെ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. കുറച്ച് കുരുമുളക് പൊടി, അത് എരിവിൻ്റെ അനുസരിച്ച് ഇതിന് ചേർത്താൽ മതി. വലിയ ജീരകം, പെരുജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർക്കാം. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത്, അതും 1/4 ടീസ്പൂൺ ചേർക്കാം. ഞാൻ പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നിലക്കുക. വളരെ പെട്ടെന്ന് റെഡിയാക്കാം, നല്ല ടേസ്റ്റ് ചെയ്ത്. ഇതിലോട്ട് നമുക്ക് ആ ചിക്കൻ വേവിച്ച് വെച്ചത് ഇങ്ങോട്ടിടാം. നമ്മൾ കട്ട്ലറ്റ് കൂട്ട തീരെ പൊടിയൊന്നും ആക്കണ്ട. ചിക്കനെ ഈ മസാല എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് 3 പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ചേർക്കണം. ചിക്കൻ അതോട്ട് ശകലം മല്ലിയില അരിഞ്ഞത്, ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ട്, ഇനി കുരുമുളക് പൊടി ചേർക്കാൻ മതി. ഓക്കെ, ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കട്ടെ. നമുക്ക് ആ മാവെല്ലാം തണുത്തിട്ടുണ്ട് നല്ലതുപോലെ. അപ്പോൾ ഇത് കാടമുട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. കോഴിമുട്ടയാണെങ്കിൽ 1 2 3 ആക്കണം, കാരണം ഒത്തിരി വലുതായി പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇതിന് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഉപ്പിടാം. ശകല ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം.
ഇത് വന്നിട്ട് നമുക്ക് സേമിയയിൽ അത് മുക്കിയെടുക്കുന്നത്. അതിപ്പോൾ വറുത്തതായാലും കുഴപ്പമില്ല, വറുത്തതല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഓരോന്ന് എടുക്കാം. കൈയൊക്കെ രണ്ടും നല്ലപോലെ കഴുകിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഈ കാടമുട്ട വെക്കണം. വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. ഇത് വന്നിട്ട് മുട്ടയിലോട്ട് മുക്കണം. നന്നായി മുട്ടയും മുക്കിയിട്ട് ഇതിലോട്ട് നല്ലതുപോലൊന്ന് എല്ലാ സൈഡിലും ഇങ്ങനെ ആവുന്ന രീതി ഒന്ന് എടുക്കണം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കാം. നമ്മൾ വേണ്ട 2, 4, 6, 7 ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഓരോന്ന് പൊരിച്ചെടുക്കാം. എണ്ണ പാൻ വെച്ച് ഗ്യാസ് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമില്ല, ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഒന്നേ മുട്ടി വെക്കരുത്. രണ്ടാമത് നമുക്ക് വേണ്ട കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറാകട്ടെ, ആയിട്ടത് പോരാ.
അത് മൂന്ന് വന്നിട്ടുണ്ട്, അത് നമുക്ക് പോരാം. ഗ്യാസ് ഓഫ് ചെയ്യും. കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്, കാടമുട്ട വെച്ചുണ്ടാക്കി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യണേ. ഫുൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുകയും ചെയ്യണേ എല്ലാവരും.